KSKTU പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സുരക്ഷയും ക്ഷേമവും ഔദാര്യമല്ല, അവകാശമാണ് എന്ന മുദ്രാവാക്യമുയർത്തി സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിൽ നേരിട്ടെത്തിക്കുക, സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കുന്ന UDF സർക്കാരിനെതിരെയാണ് സബ് ട്രഷറി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കുറ്റിക്കാട് നിന്ന് ആരംഭിച്ച മാർച്ച് ചന്തപ്പടി സബ് ട്രഷറി ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം അഡ്വക്കേറ്റ് PK കലീമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷൻ ഇല്ലാത്തൊരു കാലം വരും എന്ന് ഞങ്ങൾ ആശങ്കപ്പെട്ടിരുന്നു. അതിലേക്ക് കേരളം നടന്നു നീങ്ങുകയാണ്. ആ നടന്നു നീങ്ങുന്നതിന്റെ ആദ്യത്തെ പടിയാണ് ഇനി ആർക്കും വീട്ടിലേക്ക് ക്ഷേമ പെൻഷൻ എത്തൂല. പറഞ്ഞു വെച്ചത് വയ്യാത്തവർക്ക് എത്തൂല എന്ന് പറഞ്ഞു. ആരാണ് ഈ വയ്യാത്തവര്? അത് ഇതുവരെ നിർവചിച്ചിട്ടില്ല. വയ്യാത്തവർക്ക് എത്തുന്ന ആദ്യം പറയും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതിനു വേണ്ടി നാഷണലൈസ്ഡ് ബാങ്കിൽ പോകണം. സാധാരണ സർവീസ് ബാങ്കിൽ പോയാൽ പോരാ. ഒരു സർവീസ് ബാങ്കിൽ നിന്നാണ് തിരിച്ചറിഞ്ഞം ചെയ്യുന്നത്. അവിടുത്തെ ആക്ടിവിറ്റി ഗ്രൂപ്പുകാരാണ് വീട്ടിൽ വന്ന് കൊടുക്കുന്നത്. നാട്ടിലെല്ലാ സഹകരണ ബാങ്കുകളാണ് കൊടുക്കുന്നത്. അവിടെ പോയാൽ പോരാ. SBIയിലേക്ക് പോകണം. അതിന് ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. സാധാരണ ആളുകൾ അത്ര തിരക്കാം. കാനറ ബാങ്കിൽ പോകണം. അവിടെ പോയി ഇതൊക്കെ കടലാസ് ഉണ്ടാക്കി മുനിസിപ്പാലിറ്റി പോയി അത് കൊടുത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കടന്നു നീങ്ങുമ്പോൾ ചെരുപ്പ് തെരുവത്തിന് ഈ പണ്ടാരം വേണ്ടാന്ന് തീരുമാനിക്കണം സ്വമേധയാ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ 63 ലക്ഷം മനുഷ്യർ അനുഭവിക്കുന്ന ഒരു സൗകര്യത്തിന്റെ പേരാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ KSKTU സമരം നടത്തുന്നത്. KSKTUകാരല്ലാത്തവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് KSKTU സമരം നടത്തുന്നത്? കാരണം കേരളത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന സങ്കല്പം വരുന്നത് 1980-ലാണ്. 1980-ലെ നയനാർ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോഴാണ് കർഷക തൊഴിലാളികൾക്ക് ആദ്യമായി ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തിയത്. K ഗോപിദാസ് അധ്യക്ഷത വഹിച്ചു. MK സുരേഷ് ബാബു, P ഇന്ദിര, ബിന്ദു സിദ്ധാർത്ഥൻ, PT സുരേഷ് എന്നിവർ സംസാരിച്ചു.